ധർമ്മരാജ്, ബാലകൃഷ്ണൻ, ഭാസ്കരൻ, വേവട്ടെ. രാജു, രാജു, ജോണി, ജോണി, ജോണി. ഞാനാണ് സർ. എന്റെ മോനെ എവിടെ? ജോണി, 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 ജോണി. അവനിവിടെ എവിടെയോ ഉണ്ട്. ജോണി, ജോണി. ഹലോ, നിങ്ങളാരാ? നിങ്ങൾ ഏതാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്ന് ഓർമ്മയില്ലേ? ഡോക്ടർമാൻ എന്നെ ചികിത്സിച്ചിട്ടുണ്ടല്ലോ. ഓഹോ, ഏമാൻ എങ്ങനെ ഇതിനകത്തു? ഈ കപ്പലിലെ ജോലിക്കാരുടെ ഒരാൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. അത് നോക്കാൻ വേണ്ടി വന്നാണ്. നിങ്ങളെന്താണ് ഇവിടെ ഒന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത്? എന്നെ രക്ഷിക്കണം ഡോക്ടർ സാർ. എന്റെ മകൻ ഈ കപ്പലിനകത്തുണ്ട്. അവന് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു തരണം ഡോക്ടർ സാർ, രക്ഷിച്ചു തരണം ഡോക്ടർ സാർ. നിങ്ങളുടെ മകൻ എങ്ങനെ ഇതിനകത്ത് വന്നു? അവൻ വീട്ടിൽ നിന്ന് കുറെ രൂപ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ കപ്പലുകാർക്ക് 500 രൂപ വീതം വെച്ചു കൊടുത്താൽ ദുബായിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് പലരെയും ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. എന്റെ മകനെ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേച്ചാൽ മതി. മകൻ ദുബായിൽ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നത് നല്ലതല്ലേ? എന്തിനാ അവനെ ഇറക്കിക്കൊണ്ടുപോകുന്നത്? സർക്കാരിനെ ഒളിച്ചുള്ള ഏർപ്പാടല്ലേ മാറ്റി. ഇവർക്ക് രൂപ കിട്ടാൻ വേണ്ടി ആളുകളെ പറഞ്ഞ് കബളിപ്പിച്ച് കപ്പലിൽ കയറ്റി. എന്നിട്ട് രൂപയെ മേടിച്ചുകൊണ്ട് ദുബായ് ആണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇറക്കി വിടും. അവസാനം തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അനുവാദം കൂടാതെ കടന്നു എന്നും പറഞ്ഞ് ആ രാജ്യത്തിലെ പോലീസുകാരെ പിടിച്ച് തടവിലിട്ടു. എന്റെ മകനെ അങ്ങനെ കൊലച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറില്ല മാന്നെ, ഞാൻ തയ്യാറില്ല മാന്നെ. പക്ഷേ കപ്പൽ കയറിയവർ തിരിച്ചു പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സമ്മതിക്കില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് പോലീസിൽ അറിവ് കൊടുക്കും. ഡോക്ടർമാൻ ഇവരെ പരിചയമുള്ളതല്ലേ? ഡോക്ടർമാൻ ഞാൻ സാക്ഷിയായിട്ട് നിർത്തും. ഞാനെന്ത് പറയാനാ? നിങ്ങൾ പോലീസിൽ ചെന്ന് പരാതിപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ ചെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പുറംകടലിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ പിടിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ.
இதுக்கு என்ன ஆயிடுச்சு? மூணு போய்கிட்டே இருக்க. பக்கத்தாத்துல என்ன ஆகோஷம் தெரியுமா? எங்க? நம்ம அர்த்தாத்து மத்தாய் இல்ல? ஆமா, காடி மத்தாய். ஆமா, ஒண்ணுமே இல்ல. எப்படி இருந்தா இப்ப கொடீசன் ஆயிட்டான். அதுக்கு ஒரு கேள்வி வாய்ப்பு இருக்கு. நம்ம பாத்துல என்னைக்காவது ஒரு நாளைக்கு இந்த மாதிரி ஆகோஷம் பண்ணிருக்கோமா? அது நமக்கு என்ன குழந்தையா குட்டியா? குழந்தையும் குட்டி இருந்தா மட்டும் இங்க பெரிய ஆகோஷம் தான். உங்களுக்கு அந்த காடு மத்தாய் மீசியோட விலை இருக்கா? கர்மம் கர்மம். அந்த செனிய மத்தாய்க்கு கடவுள் என்னவோ கொஞ்சம் பணம் கொடுத்த, அதுக்கு நீ ஏன் மதிப்பு கெடுக்கிற? ஆமா ஆமா, கடவுள் கொடுத்த, பின்ன உங்களுக்கு மட்டும் ஏன் கொடுக்கல? இத பாரு, நான் ஒரு உண்மையை சொல்றேன் கேளு. பெண் பிள்ளைகள் வளர்றதும் சில பேர் பணக்காரனா ஆகுறதும் ஒரே மாதிரிதான். உட்கார்ந்து எழுந்திருச்சா போதும் பணக்காரன். கண்ணே முத்துலட்சுமி, இதுக்கு பின்னாடி எல்லாம் திருட்டுத்தனம் இருக்கமா? அப்படின்னா இந்த ஊர்ல இருக்கிற பணக்காரங்க எல்லாம் திருட்டுத்தாமாதான் பணம் சம்பாதிச்சாங்கன்னு சொல்றீங்களா? அப்படியா சொல்லு. எதுக்கு ஒரு நியாயம் இல்ல? நல்லா உழைச்சு வேலை செஞ்சு பணம் சம்பாதிச்சனும் இருக்காங்க. தூங்கி எழுங்கிறதுக்கு முன்னால திடீர்னு பணக்காரனா இருக்கான் பாரு, அவனெல்லாம் திருட்டுத்தனமோ தான் பணம் சம்பாதிச்சிருப்பான். சந்தேகமே கிடையாது. உங்களுக்கு சாமர்த்தியம் என்ன பேசாம இருங்க. ஏன் அவளை திட்டு? ஆட்டையும் மாட்டையும் மேய்ச்சிட்டு இருந்தவன் இப்ப கொடீசன் ஆயிட்டான். அதேதான் நானும் சொல்றேன். நான் ஆட்டையும் மேய்க்கல, மாட்டையும் மேய்க்கல, கோடீசன் ஆகல. அன்னையில இருந்து இன்ன வரைக்கும் பட்டினி இல்லாம காய்ச்சல் எடுத்துட்டு போகுது. அதான் என் சாமர்த்தியம். அந்த காளிவத்தாய் சம்சாரம் கட்டி இருக்கிற புடவை என்ன நகை, என்ன நகை, என்ன புடவை. எனக்கு இருக்கிற ஒரு புருஷன் சொல்லிக்கிறதுக்கு வெக்கமா இருக்கு. அம்மா முத்துலட்சுமி, நீ வெக்கப்பட வேண்டாம். எனக்கு அந்தஸ்து கொஞ்சம் கம்மி, அவனுக்கு ஜாஸ்தி. நீ அவன் கூட போய் இருந்துக்கோ. ஒன்னு இங்கிட்டு வந்துட்டு போ. എന്തിനാ സ്വാമി? ஒரு கதை சொல்லிக்க, ஒன்னு இங்கிட்டு வந்துட்டு போ. നമ്മുടെ വീടാണ്, അഴകാന വീട്. നമ്മുടെ കാടിമത്തായി എങ്ങനെ കോടീശ്വരനായി? എന്താ നമ്മുടെ കാടിമത്തായി എങ്ങനെ കോടീശ്വരനായി എന്ന് നിങ്ങളോട് പാർട്ടിക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ ഭരണം ഇരിക്കണം. അല്ല, അതിപ്പോ ഞാൻ എന്തോന്ന് പറയാനാണ്. പിന്നെ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്നാ ആളുകൾ പറയുന്നത്. കേട്ടിയാ ഞാൻ சொன்னது இப்ப எப்படி இருக்கு? കള്ളത്തിനാ? എന്ത് കള്ളത്തിനാ? ഞങ്ങളൊന്നും അറിയട്ടെ. മത്തായിക്ക് ബിസ്ക്കറ്റ് കച്ചവടം ഉണ്ടെന്നല്ലേ പറയുന്നത്. ബിസ്ക്കറ്റാ? ആ ബിസ്ക്കറ്റ്? ഓ ബിസ്ക്കറ്റ്. പഠിക്കണ ഈ ബിസ്ക്കറ്റ് കച്ചവടം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാവാൻ സാധിക്കുമോ? എന്ത് ബിസ്ക്കറ്റ് എന്നാ കരുതിയിരിക്കുന്നത്? ഇത് കാപ്പിക്ക് കൂട്ടാനുള്ള ബിസ്ക്കറ്റ് ഒന്നുമല്ല, കടിച്ചാൽ പൊട്ടാത്ത ബിസ്ക്കറ്റാണ്. കള്ളപ്പൊന്ന്. കള്ളപ്പൊന്നോ? കള്ളക്കടത്തുകാർ കൊണ്ടുവരുന്ന പൊന്നാണ്. അതിന്റെ രഹസ്യ പേരാണ് ബിസ്ക്കറ്റ്. അപ്പോ പോലീസുകാർ പിടിക്കില്ലേ? കാണുമ്പോ എല്ലാം പിടിക്കും എന്ന് വെച്ചിട്ട് എല്ലാം കാണാനൊക്കെ. അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ നമ്മുടെ തങ്ങളും ഉണ്ണിയും അയ്യങ്കാരും എല്ലാം ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടവരല്ലേ. അപ്പൊ അവരൊക്കെ കള്ളപ്പൊന്നുകൊണ്ട് പണക്കാരായവരാണോ? അപ്പൊ സ്വാമിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ? ഇവിടെ എല്ലാം അബ്ദുൽ ഖാദർ എന്നും പറഞ്ഞ ഒരാൾ നടക്കുന്നില്ലേ, അയാളാണ് ഇതിന്റെ ഏജന്റ്. അബ്ദുൽ ഖാദർ? അതെ, മത്തായിയുടെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ പൊന്നാനിക്കാരൻ. ആ അത് തന്നെ. സ്വാമിക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അയാളെ പിടിച്ചാൽ മതി. ശരി, സ്വാമി ഒരു ചോദ്യം ചോദിക്കട്ടെ. പണിക്ക് എന്തുകൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ല? എന്റെ പൊന്ന് സ്വാമി, എനിക്ക് ജയിലിൽ പോകാൻ കൊതിയൊന്നുമില്ല. പിന്നെ എനിക്ക് കൊല്ലണം തന്നോട് ആര് പറഞ്ഞോ? ഒരു ഉപദേശവുമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല, സ്വാമി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നാ സ്വാമി എന്നെ പറഞ്ഞു ഇറങ്ങി പോകാൻ. സ്വാമി വിളിച്ചപ്പോൾ വന്ന് എന്നെ തല്ലണം. സത്യാത്തല്ല, பெரிய அட்வைசர் மாதிரி குறுக்கோள் சொல்லி கொடுத்துருக்கா. பணக்காரனாதுக்கல ஜெயில போகுது. ஏன் அதனால என்ன கட்டு போச்சு? ஒண்ணு கெட்டு போகல, இந்த தலை இல்ல அது கட்டு. எத்தனை பேர் தலை கட்டா போச்சு? நம்ம பத்தாள் அவன் தலை கட்டா போச்சா? இந்த கொச்சியில எத்தனை பெரியவன் பேர் சொன்னான், அவன் தலையெல்லாம் கட்டா போச்சா? இத பாருங்க, நீங்க இந்த மாதிரி பயந்துட்டு இருக்காம அந்த அப்துல் காதர்ல அவன்கிட்ட சொல்லி நம்ம பாத்துக்கு கொஞ்சம் பிஸ்கட் வாங்குல. முத்துலட்சுமி, என்ன ஒழிவாக்கிட்டு உனக்கு ஏதாவது பரிபாடி இருந்தா இப்பவே சொல்லிவிடு. நான் காசி ராமேஸ்வரம் எங்கேயாவது போயிடலாம், ஜெயிலுக்கு மட்டும் அனுப்பாதே. இத பாருங்க, இந்த மாதிரி கண்ணா பின்னாலும் பேசவே பேசாதீங்க. அந்த அப்துல் காதரை கூப்பிட்டு அனுப்புங்க, அவன்கிட்ட நானே நேரடியா கேட்டுறேன். நீங்க மூணு மறைச்சு பேசாம விஷயத்த பத்துன்னு சொல்லுங்க, நான் சொல்றேன். முதலாளி, எனக்கு உனக்கு பிஸ்கட் வேணும். ഇതാണപ്പാ കാര്യം. നിങ്ങൾക്ക് എത്ര വേണ്ടിയത്? ഒന്നെടുത്തോളം എടുത്തോളാം. നീ പേശാമ ഇരുമുത്തു, എന്നെ കുഞ്ഞ് പേശവിടെ. സാധനം നമ്മുടെ കയ്യിലില്ല. ഏത് ഉള്ള ആളെ നമ്മൾ പറഞ്ഞു.
അവിടെ ചെന്ന് കായ് കൊടുത്താ ഇങ്ങക്ക് സാധനവും കിട്ടും. പക്ഷേങ്കില് അയാളോ ഇത് വേറൊരുത്തന്റെ കജ്ജിന്ന് വാങ്ങിച്ചു തരാം. ഏത് അതുകൊണ്ട് ഓടെ ചെന്നിട്ട് എവിടുന്ന് കിട്ടി എങ്ങനെ വന്ന് എന്നൊക്കെ ചോദിച്ചാല് കുഴപ്പാണ്. കാരണം എന്താണ്, അയാൾക്കും പിടിയില്ല. ഏത് തിരിഞ്ഞ ഇതാണ് ഈ ബിസിനസിന്റെ ഇക്കുമത്ത്. ഇപ്പൊ വല്ല പൊടിയും കിട്ടിയ അത് പിടികിട്ട്. പക്ഷെ ആരാണ് ഏതാണ് എന്താണ് എന്നറിയാതെ രൂപ കൊടുത്താൽ ഒടുവിൽ പൊന്നു കിട്ടുമോ? അത് കിട്ടുമപ്പാ. ഇങ്ങനെയൊക്കെ ആണേലും ഡാസിലുള്ള ബിസിനസ്സാണ്. വാക്ക് മാർക്ക്. പിന്നെ ഇങ്ങക്ക് എന്തുമാത്രം വേണം അത് വേണം. എന്നാ മുത്തലക്ഷ്മി അപ്പന്നാ ഒരു 500 രൂപയ്ക്ക് ഇരിക്കട്ടെ. 500